അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ 10ാമത്തെ നോമ്പുതുറൻ്റെ ചെറിയൊരു വിശേഷമൊക്കെ ആയിട്ടാണ് കേട്ടോ. വലിയതായിട്ടൊന്നുമില്ല, ചെറിയൊരു നോമ്പുതുറയാണ്. അപ്പോൾ ഞാൻ പൊറോട്ടയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണക്കാട്ടി നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പിയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതാ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലുള്ളതും എല്ലില്ലാത്തതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്തണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മൈദ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കൂടി കോൺഫ്ലവറിൻ്റെ പൊടി ഇതിൽ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറുനാരങ്ങൻ്റെ പകുതി കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുവില്ലാതെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ഈ ടൈമിൽ ഒരു കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. ചിലപ്പോൾ അതിനേക്കാൾ ആ സാധനം വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമുക്ക് അതില്ലാതെ ഉണ്ടാക്കിയാലും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് 2 സാധനം ഇതിൽ മിക്സ് ചെയ്യുന്നു. മൈദപ്പൊടി ഉണ്ടായിട്ടില്ല, കോഴിമുട്ട ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതില്ലാച്ചിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണക്കാട്ടി ടേസ്റ്റ് എനിക്ക് തോന്നി ഉണ്ടാക്കിയെടുത്തപ്പോൾ കേട്ടോ. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനുമ്മലൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ഈ ചൈനീസൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ലത് സൺഫ്ലവർ ഓയിലാട്ടോ. വെളിച്ചെണ്ണയിലൊന്നും കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഡിഷ് ഉണ്ടാക്കരുത് കേട്ടോ. അതിൻ്റെ രുചിയേ മാറിപ്പോവും. നമ്മളൊരു എന്താ പറയുക, ഒരു ചൈനീസ് ഡിഷെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ കേരള സ്റ്റൈലുള്ള വെളിച്ചെണ്ണ ഒന്നും അതിന് പറ്റില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ പിന്നെ ഒലിവ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അങ്ങനത്തെ ഓയിൽ, നമ്മൾക്ക് മണമുള്ള ഓയിലില്ലേ അങ്ങനത്തെ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ പൊരിക്കണ മാതിരി തന്നെ പൊരിച്ചിട്ട് എടുക്കുക. നല്ല ക്രിസ്പിയൊക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇക്കാരം നമുക്ക് ഈ ചിക്കൻ കിട്ടല് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ 2 തവണ ആയിട്ട് ഇട്ടിട്ടാണ് അത് പൊരിച്ച് കോരി എടുക്കണത് കേട്ടോ. നമ്മൾ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പണിയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ സാധാ നമ്മൾ കറി വെക്കണക്കാട്ടി എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ട്രിപ്പായിട്ട് ഇതൊക്കെ പൊരിച്ച് കോരിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്കും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിൽ നമുക്ക് ഇത്രയും എണ്ണൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഉണ്ടാവും അതിൽ നിർത്തിയിട്ട് ബാക്കി എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അടി പരന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും എണ്ണ തോന്നിക്കുന്നത്, ഒരുപാട് എണ്ണ ഒന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് പീസാക്കിയതാട്ടോ. ഇത് 3ഉം കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചൈനീസ് എന്ത് സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടൊന്നും ഉണ്ടാക്കണ പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുത്തിക്കണം. പിന്നെ അത് 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ക്യാപ്സിക്കൊക്കെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ വാടി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഞാനിത് വഴറ്റി കൊടുക്കുന്നുണ്ട്.
പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. 1-2 മിനിറ്റ് നമ്മൾ വഴറ്റുമ്പോൾ തന്നെ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഗ്രീൻ ചില്ലി സോസിനെക്കാട്ടും നല്ലത് റെഡ് ചില്ലി സോസ് ആട്ടോ. ഇനി റെഡ് ചില്ലി സോസ് നിങ്ങളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തോണ്ട്. പിന്നെ അതാ ഞാനൊരു ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഞാൻ എന്താ പറയുക, ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഞാൻ 4 പ്രാവശ്യമായിട്ട് ഒന്നിലെടുത്തത് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് 4 പ്രാവശ്യം കാണുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ തരുന്ന സാധനമാണ് കേട്ടോ പഞ്ചസാര. എന്നിട്ട് ടേസ്റ്റ് തരുന്നുണ്ടെന്ന് വെച്ചിട്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ മസാല ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ചതിൽ ബാക്കിയുള്ള മസാല ഉണ്ടായി നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വഴറ്റി വെച്ചിട്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ട് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനിതാ 1 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതാ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ടൈമിൽ ഇത് നല്ലോണം അങ്ങോട്ട് കുറുന്നനെ പേസ്റ്റ് പോലെ ആയി വരും കേട്ടോ. നമുക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ല, നമുക്ക് ഒരു ഗ്രേവി ടൈപ്പിലാണല്ലോ വേണ്ടത്. അപ്പോൾ ബാക്കിയും കൂടി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലൂസാക്കിയിട്ട് എടുക്കണം. നമുക്ക് എത്ര ഗ്രേവിയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ആദ്യം തന്നെ ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആദ്യം ഞാൻ പറഞ്ഞ മാതിരി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് ഇളക്കി മിക്സ് ചെയ്ത് നല്ല സെറ്റായതിന് ശേഷം പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അതാ ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. സിമ്പിൾ പരിപാടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ എല്ലതും ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചടപടയിച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഭയങ്കര സംഭവമാണെന്ന് കേട്ടോ. അത്രക്കൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സംഭവം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇത്രേ പണിയുള്ളൂ നമ്മൾ ചില്ലി ചിക്കൻ റെഡി ആവാൻ. എന്നിട്ട് ഇതിന് മേലെ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വെളുത്ത എള്ളില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ കറിൻ്റെ മേലെ വെളുത്ത എള്ള് ഇങ്ങനെ തൂവിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നല്ല അടിപൊളി കളറിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ഒരിത്തിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്ര നല്ല കളറ് കിട്ടിയിട്ടുള്ളത്. വേണ്ടവർ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലാത്തവർ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒഴിച്ചു കൊടുത്താൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടണ അതേ ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പൊരിച്ചക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്ന പാടന്നെ ഇത് കഴിക്കട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റിപ്ലൈ ഒക്കെ തരും കേട്ടോ. മെസ്സേജൊക്കെ അയക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ട് എന്നുള്ളത് എല്ലാവരും അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.